അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ സാറ അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ വാക്കുകളും വിശ്വാസികളുടെ ജീവിതത്തിൽ അവരെ പരിശുദ്ധമാക്കുവാനും അള്ളാഹുവിങ്കൽ നിന്ന് മോക്ഷം നേടിയെടുക്കുവാനും പര്യാപ്തമായ നിലയിൽ പഠിപ്പിക്കപ്പെട്ടവയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുവചനങ്ങളിൽ ഒന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയും ഇമാം തിർമിദി അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾക്കിങ്ങനെ കാണാം, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂല് എന്നോടൊരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസന തംഹുഹ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഓ അബൂദർ, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ നീ സൂക്ഷിക്കണം. ജനങ്ങളുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കാനും മറ്റുള്ളവർ കാണാതെ നിൽക്കാനുമൊക്കെ നിനക്ക് കഴിഞ്ഞേക്കാം. നിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ മറച്ചു പിടിക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ എവിടെയായിരുന്നാലും ഏതൊരു കാര്യം നീ ചെയ്താലും അള്ളാഹുവിനെ ആ കാര്യത്തിൽ നീ സൂക്ഷിക്കണം. കാരണം അള്ളാഹുവിനെ ഒളിച്ചു വച്ചോ അള്ളാഹുവിനെ മൂടി വച്ചോ ഒന്നും ഒരു മനുഷ്യനും ചെയ്യാൻ സാധിക്കുകയില്ല. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. നമ്മളുടെ കണ്ണുകളുടെ കട്ടുനോട്ടമാകട്ടെ, അല്ലെങ്കിൽ രഹസ്യങ്ങൾ നാം നമ്മളുടെ ഹൃദയങ്ങളിൽ ഗോപ്യമാക്കി വെക്കുന്നവയാകട്ടെ, ഇവയെല്ലാം പ്രപഞ്ചരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അഥവാ അള്ളാഹുവിൽ നിന്ന് നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ഒരു വാക്കും ഒരു പ്രവൃത്തിയും മറച്ചു പിടിക്കുക സാധ്യമല്ല. അതുകൊണ്ട് എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം, ആ സൂക്ഷ്മത നിനക്കുണ്ടാകണം. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, തിന്മയെ നന്മ കൊണ്ട് പിന്തുടരുക. മനുഷ്യ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ സംഭവിക്കാം. പക്ഷെ അതിനെ കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് നാം നമ്മളുടെ ജീവിതത്തെ പരിശുദ്ധപ്പെടുത്തുക. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നന്മ തിന്മയെ മായ്ച്ചു കളയുമെന്നാണ്. അഥവാ നാം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നതായ നന്മകൾ നമ്മളുടെ ജീവിതത്തിലെ തിന്മകളെ മായ്ച്ചു കളയും. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുക എന്നുള്ളതാണ്. മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിനോടുള്ള ബാധ്യത. രണ്ട്, നമ്മളുടെ സ്വന്തം ശരീരത്തോടുള്ളതായ ബാധ്യത. മൂന്നാമതായി സൃഷ്ടികളോടുള്ളതായ ബാധ്യത. ഒന്നാമതായി പരാമർശിച്ച അള്ളാഹുവിനോടുള്ള ബാധ്യത, എവിടെയായിരുന്നാലും നമ്മൾക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയണമെന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ഒരടിമയുടെ ബാധ്യതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തഖ്വയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നമുക്ക് മാത്രമല്ല നമ്മളുടെ മുൻഗാമികൾക്കും നൽകിയ വസിയ്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വലഖദ് വസ്വൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും നിങ്ങളോടും നാം വസിയ്യത്ത് ചെയ്തിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്. അപ്പോൾ എവിടെയായിരുന്നാലും അവൻ്റെ നിയമാതിർത്തികളെ, അവൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കാൻ നമ്മൾക്ക് കഴിയണം. അതോടൊപ്പം തന്നെ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നമുക്ക് മറച്ചു പിടിച്ചുകൊണ്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുമുള്ള ആ ഒരു തിരിച്ചറിവും ബോധവുമാണ് നമ്മളുടെ ജീവിതത്തിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടുന്നത്. അള്ളാഹുവിനോടുള്ളതായ ബാധ്യതകളിൽ നമ്മൾക്കുണ്ടായിത്തീരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. രണ്ടാമതായി ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ സ്വന്തം ശരീരത്തോടുള്ള ബാധ്യതയെക്കുറിച്ചാണ്. അഥവാ തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ കൂടുതൽ സുഹൃതങ്ങൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തെ സമ്പന്നമാക്കുക. കാരണം നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുമെന്നാണ്. ഒരു തിന്മ ചെയ്തു പോയാൽ അതിന് പിന്നാലെ ഒരു നന്മ ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നന്മകളിലായി തൻ്റെ ശരീരത്തെ വളർത്തിക്കൊണ്ട് വരാനും നമ്മൾക്ക് കഴിയണം.
മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്ക് കാണാം, ഒരിക്കൽ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. അന്ന റജുലൻ അസ്വാബ മിൻ ഇംറഅ, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതായ ഒരു തെറ്റിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാര്യം ആ മനുഷ്യരിൽ നിന്ന് കേട്ടതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് ചോദിക്കുകയുണ്ടായി, നീ തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ നന്മയെ തുടർത്തണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ വചനങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, വാഖിമിസ് സ്വലാത്ത തുറഫയിൻ നഹാരി വസുലഫം മിനൽ ലൈലി ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത് ദാലിക ദിക്റ ലിദാകിരീൻ. അഥവാ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, പകലിന് രണ്ടറ്റങ്ങളിലും രാത്രിയിലെ ആദ്യ യാമങ്ങളിലും നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുക. തീർച്ചയായും സൽക്കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങളെ നീക്കിക്കളയുന്നതാണ്. ചിന്തിച്ച് ഗ്രഹിക്കുന്നവർക്ക് ഒരു ഉത്ബോധനമാണ് ഖുർആൻ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ആ വചനം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഖാല റജുലു അലി ഹാദിഹി ഖാല, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ ചോദിച്ചത്, എനിക്ക് മാത്രമുള്ള എന്നിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റിനുള്ള കാര്യം മാത്രമാണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലിമൻ അമില ബിഹാ മിൻ ഉമ്മത്തി, തെറ്റുകൾ സംഭവിച്ചു പോകുന്ന എൻ്റെ ഉമ്മത്തിന് മുഴുവനുമുള്ളതായ ഒരു കാര്യമാണ് എന്നാണ്. അഥവാ ഒരു തിന്മ പറ്റിയാൽ കൂടുതൽ നന്മ ചെയ്യുക എന്നുള്ളത്. മൂന്നാമതായി ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നാണ്. നമ്മളുടെ ചുറ്റിലും പല വിശ്വാസങ്ങളുള്ളവർ, പല ബന്ധങ്ങളുള്ളവർ, പല ശൈലികൾ സ്വീകരിക്കുന്നവർ ഒക്കെയുണ്ടാകും. പക്ഷെ ഒരു മുസ്ലിം ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുക. പലപ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെയുണ്ടെങ്കിലും സ്വഭാവം ഏറെ മലീമസമായിരിക്കും. അള്ളാഹുവിൻ്റെ റസൂല് നമ്മൾക്കറിയാം, അവിശ്വാസികളായ ആളുകളോട് പോലും പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവരോട് നിങ്ങൾ നന്മ ചെയ്യണമെന്നും ഏറ്റവും നീതിയോടെയും മര്യാദയോടെയും പെരുമാറണമെന്നുമാണ്. അപ്പോൾ തീർച്ചയായും ഏതൊരു മനുഷ്യനോടും നല്ല നിലയിൽ പെരുമാറുക. ഈ 3 ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.